കാണിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ അവളുടെ അമ്മൂമ്മ നല്ല സൂത്തിങ് ആയിട്ടുള്ള സോങ് ഒക്കെ ഉള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ വോയിസ് ഓവർ ചെയ്യാത്ത വേറെ മാർഗ്ഗമില്ല. ദോശ ചുട്ട് തീർന്നോ? നമ്മുടെ നിധി ചുട്ട ദോശ തിന്നുവാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് ദോശ? ഷോർട്സ് എടുത്ത് മാത്രം പരിചയമുള്ള ഞാൻ വ്ളോഗ് എടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കിക്കോണം. ചമ്മന്തിക്കറി തിന്നാൻ വയ്യാത്തോണ്ട് അവിടെ പഞ്ചസാര കൂട്ടി ദോശ. എന്താ നിധി ഉള്ളി അത് കൂട്ടാത്ത? അനിഷ്ടല്ലാത്ത നന്ദു കഷ്ടപ്പെട്ട് കണ്ണെരിഞ്ഞ് ഉള്ളി ഒരിച്ച്. നന്ദുവിന്റെ വീട്ടിൽ മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നന്ദുവിന്റെ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്ദുവിന്റെ റൂമിലെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ അവലോകനം ചെയ്യാം. അവളുടെ കുറച്ച് ഡെസ്കും ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കണം. നമുക്കത് നോക്കാം. ഇവിടെ ഒരു സാധനം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നു. കാപ്പി കുടിച്ചിട്ട് നേരെ വന്ന് കട്ടിൽ കിടക്കുവാണ്. എന്തിനാണോ മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തൊക്കെയോ കുറെ കുനിപ്പ് സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ. ഇതെന്താണെന്ന് എന്തിനാണ് ചോദിച്ചത്? നമ്മളെ വിചാരിക്കാം അവിടെ. പിന്നെന്താ ഇതൊക്കെ എന്താ ഇതൊന്നും വേണം. നമുക്ക് മെയിനായിട്ട് കാണിക്കാനുള്ള സാധനങ്ങളാണ്. ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മൾ ഇതെന്ന് കൊടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ഗൈസ്. ഇതില് ഗസ് പണുങ്കോ. ഇത് നന്ദു നീ ഇല്ലാത്തത്. നീ 4ാമത്തെ വർഷം ലാസ്റ്റ് പ്രാവശ്യം എല്ലാ ഫോട്ടോയ്ക്കും ഇവിടെ നമ്മുടെ കൂടെ ഉള്ളൂ. ബാക്കി ഒരു ഫോട്ടോയ്ക്കും നിധിരാജ് നമ്മുടെ കൂടെ വരാറില്ല. അപ്പൊ അന്ന് കൊടുത്തതാണ്. ഞാൻ വിചാരിച്ച അപ്പു ആണെന്ന്. അച്ഛനാണ്. എന്താടി അപ്പു ഇത്രയും അതുപോലെ ഇതൊക്കെ നോക്ക് തടി ഇവക്ക് ബോധമില്ല. എന്നെ പോലെ സംസാരിക്കാം, എന്നെ പോലെ. അപ്പൊ ഇതവളെ അച്ഛന്. നമുക്ക് നേരെ വെച്ച് കൊടുക്കാം. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഇറക്കി വിടും. മരുന്ന് അവലോകനം ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ കുറെ പെൻസിൽ കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ലാപ്ടോപ്പ് വിത്ത് ഗൂഗിൾ AI സ്റ്റിക്കർ. എന്തോന്ന് ഇതിനെ പോണത് വേണം. Tell you something about this please. ഇത് അനിയന്റെ ഫ്രണ്ട് തന്നതാണ്. അനിയന്റെ ഏത് ഫ്രണ്ട്? ഒരു ഫ്രണ്ട്. അതേ എനിക്ക് പറയാൻ പറ്റില്ല. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആരും എടുക്കാതിരിക്കാൻ. ഒന്നും ചെയ്തിട്ടില്ല. 5 രൂപയാണ് കയ്യിൽ വേണമെങ്കിൽ 5 രൂപയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബലൂൺ ആണെന്നൊക്കെ തോന്നും. പക്ഷെ ഇത് സ്റ്റാർ ആണ്. ഒരു സ്റ്റാർ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ കിട്ടിയിരുന്നു. ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു പറ്റിച്ച് നമുക്ക് ഇങ്ങനെയും വീഡിയോസ് എടുക്കാം. കാപ്പിയൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ റെസ്റ്റ് എടുക്കാനിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ തന്നെയാണ് ഗൈസ് ഉച്ചക്കത്തുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇവിടെ റെസ്റ്റിങ്ങിലാണ്. ഇതെനിക്ക് സ്പെഷ്യൽ. ഇതാണ് ലേസ് ബ്ലാക്ക് ഫോറസ്റ്റ്. സ്വിച്ചിട്ട് ഇവിടെ ഒരു അടപ്പുണ്ടായിരുന്നു. മാങ്ങാണ്ട് ഇത് മോളിലെടുത്തോണ്ട് പോയപ്പോഴേ നാശിപ്പിക്കും. ഇത്ര ബോളല്ലേ. പക്ഷെ അത് അവൾ വിശ്വസിച്ചു. അവൾ ഭയങ്കരമായിട്ട് കൊതിച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ലേസ് കൊടുത്ത് അത് പക്ഷെ ചെറുതായി. ഇതാണ് ഗൈസ് നന്ദുവിൻ്റെ വീട്ടിൻ്റെ മുകൾ ഭാഗം. നമ്മളിവിടേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ്. തപ്പുൻ്റെ റൂം. അത് ഞാൻ ചിലപ്പോൾ അവനെ ഇറക്കി വിടും. അതുകൊണ്ട് ഞാൻ നമ്മൾ ഡാൻസ് കളിക്കാനായിട്ടാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. ഡാൻസ് കളിച്ചു. നമുക്ക് ഇനി ഡാൻസ് ഒക്കെ എടുത്തിട്ട് കാണാം. നല്ല സൈഡ് വ്യൂ ഉണ്ടല്ലോ ഗൈസ്. നല്ല വ്യൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻസ് ചുമ്മാ ഒരു റീൽസ് ആയിട്ട് എടുക്കാൻ. റീൽസ് ഒന്നും അല്ലടാ, എന്തെങ്കിലും എവിടെയെങ്കിലും വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കണമല്ലോ. അങ്ങനെ ചുമ്മാ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് തപ്പിപ്പിടിച്ച് താഴെ റൂമിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് മുകളിലോട്ട് കയറിയത്. പക്ഷെ മുകളിൽ വന്നപ്പോൾ എല്ലാത്തിനും സ്റ്റെപ്പ് വീണ്ടും തകിടം മറിഞ്ഞു. അങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് താഴെ പോയിട്ടുണ്ട്. കാരണം താഴെ നമ്മുടെ പണി ഇനി കിടക്കുകയാണ് ഗൈസ്. കാരണം നമ്മൾ 10:30 തുടങ്ങാന്ന് പറഞ്ഞ സംഭവം ഡാൻസ് കളിച്ച് 11 കാലമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാതെ ഇവിടുന്ന് പോകേണ്ടി വരും.
എല്ലാവരും സുത്തമാന ബസ്മതി റൈസ്. സുത്തമാന ബസ്മതി റൈസ്. സുത്തമാണ് ഡാൽഡേ. അപ്പളം ഇതുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധമില്ല. ഇതിന്റെയൊക്കെ ഒറിജിനൽ വോയിസ് ഇട്ടാൽ ശരിയാവാത്തത് കൊണ്ടും വോയിസ് ഓവർ ചെയ്താൽ പിന്നെ ഒട്ടും ശരിയാവാത്തത് കൊണ്ടും നമുക്ക് ഇവിടേക്ക് ഒരു പാട്ടിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി, കുഴപ്പമില്ല. മതി, കുറച്ച് എടി ഇല്ലാത്തയാണോ തന്നെ? എടി പൊട്ടിക്കടി. ഗരം മസാല ആ സ്പൂണിന് അളന്നിടും, ഏതെങ്കിലും ഒരു സ്പൂണില്ലേ? ടീസ്പൂണാണ്, ടേബിൾ അല്ല, കുറച്ചിട്ടാൽ മതി. പ്രയത്നത്തിനാണ് നമ്മുടെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഫുഡ് റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു പണി കിട്ടി. നമുക്ക് ചിക്കൻ തിളപ്പിക്കണ കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നടാ. പിന്നെ നമ്മൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ നമ്മളിവിടെ ബിരിയാണി ദമ്മിടുന്നതിൻ്റെ തിരക്കിലാണിപ്പോൾ. അപ്പോൾ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ അടുപ്പത്ത് കിടന്ന് വെട്ടി തിളച്ചുകൊണ്ടിരുന്ന ചിക്കൻ കറി. ഇതിന് ശേഷമാണ് കേട്ടോ ഗ്യാസ് തീർന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും നല്ല ഫുഡൊക്കെ കഴിക്കായിരുന്നു. പക്ഷേ ഇതും അത്യാവശ്യം രുചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഏറ്റവും മിസ് ചെയ്യുന്നത് അമ്മയും ഉപ്പൂനൊക്കെ ആയിരുന്നു. ഇത് നന്ദുവിൻ്റെ സ്പെഷ്യൽ കാടമുട്ടയാണ്. ചിക്കൻ കറി പിന്നെ നമ്മളെല്ലാവരും ഉണ്ടാക്കി. സാലഡും നന്ദുവിൻ്റെ സ്പെഷ്യലാണ്. ബിരിയാണി നമ്മുടെ എല്ലാവരുടെ കയ്യിൽ. എന്തെങ്കിലും പറയാനുണ്ടോ നന്ദന? നമ്മൾ ഇതെല്ലാം ആസ്വദിച്ച് കഴിക്കാൻ പോവേണ് ഗൈസ്. കഴിച്ചിട്ട് ബാക്കി. അതെ ഗൈസ്, നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അഞ്ജനാബി ഇവിടെ ചോറൊക്കെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിക്കാം അമ്മ. അവളുടെ ചെറിയ അടിച്ചു മാറ്റി കഴിക്കാനടി. ചെറിയ ഇവിടെ വേറെ ഇരിപ്പുണ്ട്, നിനക്ക് തരാം. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നന്ദുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവർക്കൊക്കെ താല്പര്യമില്ല, കാരണം ഇവരൊക്കെ ഹോസ്റ്റലിലോട്ട് പോകുന്നവർക്ക് പ്രശ്നമില്ലല്ലോ ഗീസ. പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ ഇന്നത്തെ